അടുത്തത് മിഥുനക്കൂറാണ്. ജെമിനി എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. മകയിരം അര 1ഉം 2ഉം പാദങ്ങൾ, അവസാനത്തെ 1ഉം 2ഉം പാദങ്ങളും. തിരുവാതിരയും പുണർദത്തിൽ മുക്കാല്, പുണർദത്തിൻ്റെ 1ഉം 2ഉം 3ഉം പാദങ്ങൾ ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാർക്ക് 9ാം ഭാവത്തിൽ ആണ് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളൊക്കെയും വരുന്നത്. ലഗ്നത്തിൽ വ്യാഴവുമുണ്ട്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നത്, അതുപോലെ എക്സ്പോർട്ട് ബിസിനസ്, മറ്റും എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ചെയ്യുക, അങ്ങനെയുള്ള കച്ചവടങ്ങളിൽ ജോലി ചെയ്യുക, കച്ചവട സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ പഠനം സംബന്ധിച്ച് വിദ്യാഭ്യാസം മുതലായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ജോലി ചെയ്യുന്നവർക്ക്, ടീച്ചേഴ്സ് അങ്ങനെയുള്ളവർക്കും, നിയമകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ട് യാത്ര വേണ്ടി വരും. ആ യാത്ര കൊണ്ടുണ്ടാകാവുന്ന കൂടുതലായിട്ടുള്ള ധനവ്യയം കുറച്ച് വേണ്ടി വരും. എന്നാൽ ഈ വ്യയം കൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ കണക്കാക്കാവുന്നതാണ്. യാത്ര നടത്തി കൊണ്ടുണ്ടാകുന്ന ചിലവ് കൊണ്ട് ഭാവിയിൽ അതുകൊണ്ട് മറ്റു ചില ദീർഘകാലത്തേക്കുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യപരമായിട്ട് പ്രഷർ കൂടാൻ സാധ്യതയുണ്ട്. നാഡീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നാഡീ സമ്മർദ്ദം ഉണ്ടാവുക, ഇതൊക്കെ സൂക്ഷിക്കേണ്ടതാണ്. ബ്ലഡ് പ്രഷറും മറ്റുള്ളവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കൂടാനുള്ള സാഹചര്യം, സാധ്യത ഉണ്ട് ഗ്രഹസ്ഥിതി അനുസരിച്ച്. കുടുംബപരമായിട്ട് കുടുംബത്തിൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് മുതിർന്നവരുടെയും മറ്റും ഉപദേശം കൂടെ കേട്ട് വേണം കുടുംബകാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ. പെട്ടെന്ന് എടുത്തു ചാടി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകാവുന്ന ചില ദോഷങ്ങളുണ്ടാകും. അതുകൊണ്ട് എല്ലാവരുടെയും ഒരു കോൺസെൻസസ് ഓഫ് മൈൻഡ്, അതായത് സ്വന്തം കുടുംബത്തിലെ അച്ഛനമ്മമാർ, പ്രത്യേകിച്ച് മുതിർന്നവർ എല്ലാവരും തന്നെ അവരുമൊക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചില പ്രയാസങ്ങളും ദുരിതങ്ങളും കുടുംബത്തിൽ ഉണ്ടാക്കാൻ, കലഹങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്.